പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സാബത്ത് ദിനത്തിൽ ബലിയൊക്കെ അർപ്പിച്ചിട്ടാണല്ലോ അല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇന്നലെ പലരും പറഞ്ഞ അച്ഛൻ്റെ കയ്യിൽ ഇഞ്ചക്ഷൻ കുത്തുന്ന ഒരു സംഭവം. അതെങ്ങനെയാണെങ്കിൽ ഒരു 2-3 ദിവസം ഞാൻ MI ആശുപത്രി, നമ്മുടെ രൂപതയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ഏങ്ങണ്ടൂർ തന്നെയുള്ളൊരു ആശുപത്രിയാണ്, രൂപതയുടെയാണ്. അപ്പോൾ പനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു എന്തൊരു ആൻറ്റിബയോട്ടിക്കൊക്കെ കുത്തുന്നത് നല്ലതായിരിക്കും, പകലും രാത്രിയും. അപ്പോൾ അങ്ങനെ 2-3 ദിവസം ആശുപത്രിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കണ്ടൊരു കാര്യം, ഈ ആശുപത്രിയിലെ പ്രിയ സഹോദരങ്ങളെ, മരുന്നിനേക്കാൾ വലിയൊരു മരുന്ന് അവിടെ ഞാൻ കണ്ടത്, അത് കാത്തലിക് ഹോസ്പിറ്റലുകളുടെ പ്രത്യേകതയാണ് പരിശുദ്ധ കുർബാന. ഞാൻ അവിടെ കണ്ട രോഗികളായിട്ടുള്ള കത്തോലിക്കർ വന്നവർ, അവർ കുർബാന ആവശ്യപ്പെട്ടവർക്ക് സിസ്റ്റേഴ്സ് കുർബാന കഴിഞ്ഞ് ഈശോയെ കൊടുക്കും. അവർക്ക് കുർബാന കാണാൻ പറ്റില്ല, പക്ഷേ കുർബാന കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് ഈശോ. നമ്മൾ പ്രത്യേകിച്ച് രോഗികളായിട്ടൊക്കെ നമ്മൾ കിടക്കുമ്പോൾ, നമ്മൾ പ്രത്യേകിച്ച് പ്രസവം അങ്ങനെയുള്ള നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും നല്ല ഗൈനോക്കോളജിസ്റ്റ് യേശുവാണ്, ഏറ്റവും നല്ല ഫിസിഷ്യൻ യേശുവാണ്, ഏറ്റവും നല്ല ഡോർമറ്റോളജിസ്റ്റ് യേശുവാണ്, ഏറ്റവും നല്ല പിന്നെ ഏതൊക്കെയുള്ളത് അതെല്ലാം യേശുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഈശോയെ കിട്ടാവുന്ന വിധത്തിൽ നമ്മളൊരു കാത്തലിക് ഹോസ്പിറ്റൽ നമ്മൾ പരമാവധി തിരഞ്ഞെടുക്കാനായിട്ട് പരിശ്രമിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും ആശ്വാസം നൽകിയത് പരിശുദ്ധ കുർബാനയിലുള്ള ഒരു സാന്നിധ്യമാണ്. വേറെ ഒരു തടസ്സവും ഇല്ല. നമുക്ക് റൂമിലിരുന്ന് ജപമാല ചൊല്ലുക, പ്രാർത്ഥിക്കുക, പിന്നെ അത്യാവശ്യ സമയങ്ങളിൽ ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ നിങ്ങൾ ആശുപത്രിയിൽ നിങ്ങൾ അഡ്മിറ്റഡ് ആവുകയാണെങ്കിൽ കാത്തലിക് ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു അഭിഷേകമാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇന്ന് ധ്യാനിക്കുന്നത് ഫിലിപ്പി ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനമാണ്. ഞാൻ എൻ്റെ കൂടെ ഇന്ന് നമ്മുടെ ഡിക്സൺ എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഒരു കസിൻ ബ്രദറാണ്. ഡിക്സനോട് ചോദിച്ചു, ഡിക്സ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനം ഏതാണ്? എനിക്ക് ഫിലിപ്പി 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ഈശോ നമ്മെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ കാര്യവും, ചില കാര്യങ്ങളല്ല, എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം, ഞാനെന്നും ഘോഷിക്കും സത്യമായും ക്രൂശിലെ ദിവ്യയാഗം. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.